സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന പുതിയൊരു ജീവിയാണ് ലെവിയാഥൻ. ബൈബിളിൽ ഈ ജീവിയെക്കുറിച്ച് പറയുന്നുണ്ടെന്ന വാർത്തകളും സജീവമാണ്. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? ബൈബിളിലെ പഴയ നിയമത്തിലാണ് ലെവിയാഥനെക്കുറിച്ചുള്ള സൂചനകൾ ഉള്ളത്. ഇതിനെ ഒരു കടൽ സർപ്പമായാണ് വിശുദ്ധ ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്നത്. സങ്കീർത്തനം 74 അധ്യായം 13 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിൽ സമുദ്രത്തിലെ ഭീകരസത്വങ്ങളുടെ തല പിളർന്നു, ലെവിയാഥന്റെ തലകൾ അവിടുന്ന് തകർത്തു, അതിനെ മരുഭൂമിയിലെ ജന്തുക്കൾക്ക് ആഹാരമായി കൊടുത്തുവെന്ന് പറയുന്നുണ്ട്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം പരിശോധിച്ചാൽ 27 അധ്യായത്തിൽ അന്ന് കർത്താവ് തന്റെ വലുതും അതിശക്തവുമായ കഠിനഖണ്ഡം കൊണ്ട് ലെവിയാഥനെ പുളഞ്ഞുപായുന്ന ലെവിയാഥനെ ശിക്ഷിക്കും. സമുദ്രവ്യാളത്തെ അവിടുന്ന് കൊന്നുകളയുമെന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു. ജോബിന്റെ പുസ്തകത്തിലും ഇതിനെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. ലെവിയാഥനെ ഇളക്കിവിടാൻ കഴിവുള്ളവർ അതിനെ ശപിക്കട്ടെയെന്ന് ജോബിന്റെ പുസ്തകത്തിൽ പറയുന്നു. മെസപ്പൊട്ടോമിയൻ ഇതിഹാസം, പ്രത്യേകിച്ച് ഉഗാരറ്റിക് ഇതിഹാസമായ ബാലിൽ കടൽ രാക്ഷസനായും ഇതിനെ ചിത്രീകരിച്ചിട്ടുണ്ട്.